തുടങ്ങല്ലേ എന്നത്തെ തുടങ്ങിക്കോ. അല്ലെങ്കിൽ എന്നാ തുടങ്ങാത്തത്? എപ്പോഴും തുടക്കം തന്നെ. വണ്ടിയൊക്കെ ഉണ്ട് കേറിയാ തുടങ്ങി. മോൾക്ക് ഫോൺ എടുത്തിട്ട് ഇത് വിളിക്കണം. എന്റെ കന്നഡ എങ്ങനെയുണ്ട് ഗൈസ്? 5 കഴിക്കില്ലേ ഗൈസ്? നിങ്ങളത് മറ്റേതാ രസം? ഏത്? വാപ്പച്ചി കായ്ക്കാരനല്ലേ, വാങ്ങിക്കൂടെ? നമുക്കാവാലോ. അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിലേക്കൊക്കെ ഇറങ്ങിയതാട്ടാ. എന്തിനാ ഇറങ്ങിക്കണ് ചോദിച്ചാല്, എന്തിനാ ഇറങ്ങിക്കണ്? വെള്ളം കൊണ്ടുപോവാൻ. ലൊക്കേഷൻ എവിടെ? വെള്ളം കൊണ്ടുപോവാൻ. ഇപ്പൊ നമ്മൾ അങ്ങനല്ല, ഇപ്പൊ നമ്മള് വേറൊരു വഴിക്ക് പോവാണ്. ഇതിന്റെ എവിടക്കാ പോണേ എന്താന്നുള്ളതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യും. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങിയതാണ്. വൈകുന്നേരമായ വീട്ടിലേക്ക് ഒന്ന് പോകണം, വീടൊന്ന് സന്ദർശിക്കണം. ഐബു ഐഷു അവിടെ ഉണ്ട് കേട്ടോ. തല മാറ്റി കൊടുക്കൂ, ഒരു ഹായ് പറയൂ ഐബു. ഓയ് ഓയ്. അപ്പൊ മറ്റേ റോഡാ? ഓക്കെ, നമ്മളപ്പോ വേറെ ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കാര്യം മൂഞ്ചിട്ടോ. കാര്യം മൂഞ്ചില്ല. ആ ടീം കോണ്ടാക്ട് ചെയ്ത ഫോൺ എടുത്തിട്ടില്ല. അവര് ഇൻസ്റ്റാഗ്രാം ID ഇല്ല, അവരെ നമ്പർ ഇല്ല. എന്നിട്ട് ഇവിടെ വന്ന് കണ്ട് ഞാൻ ലൊക്കേഷൻ മാത്രം മതി വിചാരിച്ചു. ലൊക്കേഷനിൽ വന്ന് ജംഷിയ സാധനം കിട്ടുമോ? ഈ ആദ്യം മൊയയാണ് എന്റെ കൂടെ ഉള്ളത്. ഇങ്ങനത്തെ മൊയകള്, അങ്ങനത്തെ 4 മൊയ. 4 കൂട്ടിയാ. സത്യാണ്, നാവ് നോണാറിയില്ല. കാക്ക ഉണ്ടാവും എപ്പോഴും ഞങ്ങളെ കൂടെ എല്ലാത്തിലും. അപ്പൊ നിങ്ങള് മൂടലങ്ങാടി കണ്ട താഴെ മൂടാല് ടൗൺ എന്താ രസല്ലേ? എന്ത് രസാ. സലാലുണ്ട്, വണ്ടി ഉണ്ട്. ഉള്ളത് എന്റെ സ്വന്തം നാട്ടില് ചായ എടുക്കാൻ വേണ്ടിട്ട്. ഈ ചായക്കടയിൽ കാണാന്നല്ല അതുവരെ കേറിയിട്ടില്ലട്ടാ. നല്ല ചായ. അപ്പൊ കാക്ക പറയണ്ട നല്ല ചായ ആണെന്നൊക്കെ. ഞാനൊന്ന് പോയോക്കട്ടെ, ചായ എടുക്കട്ടെടാ. നിങ്ങൾ കുടിച്ചാ? ഇവിടെ ഇരുന്നിക്കണം ഓരോരുത്തര്. പോയൊക്കെ ബജി ഐഷുവിന്റെ ഫേവറേറ്റ് ആട്ടാ, മസാല കടല. ബേബി എങ്ങനെയുണ്ട്? രണ്ടുപേരെ അപ്പുറത്തിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ചായ എടുക്കണേ. കാക്കാണ് ചായ. നിങ്ങൾ ഇവിടുത്തെ സ്ഥിരം പ്രേക്ഷകനല്ലേ, അല്ല കസ്റ്റമർ അല്ലേ? ആ കാക്ക പറയണില്ല. ആ എന്നെ അപ്പൊ അടിപൊളി ചായ ഇട്ടാ. അപ്പൊ എമ്മമ്മിന്റെ ഓപ്പോസിറ്റ് ഉള്ള കടയാണ്. എല്ലാരും വന്ന് കേറിക്കൂടി വൈക്ക് പാസ് ചെയ്യുമ്പോഴൊക്കെ അതാണ് നമ്മളെ കാക്ക. അപ്പൊ മൂടാല് ബൈപ്പാസിൽ പോണവരൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? എന്താണ് ഇങ്ങനെ എന്റെ വീട്ടിൽ എത്താനായിട്ട്. അത് ഞങ്ങളവിടെയുള്ള മില്ലാണ് കേട്ടോ. മില്ലൊക്കെ ഉണ്ട് ഞങ്ങളവിടെ സ്വന്തമായിട്ട്. അപ്പൊ ഇത് എല്ലാ നാട്ടിലും എന്റെ നാട്ടുകാരുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് പറഞ്ഞോടെ. എന്റെ ഭാര്യ വീടിന്റെ മുന്നിൽ മില്ലുണ്ട്. ഈ ഓണം കയറാൻ മൂലയിൽ ഇനി കൊറേ സാധനങ്ങളില്ല. ഞാൻ ഇവിടുന്ന് പെണ്ണെട്ടിയത് തന്നെ നിങ്ങളെ കഷ്ടകാലം നാക്കാറല്ലേ? കഷ്ടകാലല്ല, വേറെ ഒന്നും കിട്ടാൻ. മൂടാതെ ഓണടിച്ചാല് ഇവിടെ ഒരു വളവാട്ടാ. ഇവിടെ ഓണടിച്ചില്ലെങ്കിൽ കഷ്ടകാലങ്ങൾ വന്ന് കേറും. ഞാൻ പറഞ്ഞാ എന്നൊരു കഷ്ടകാലം പറഞ്ഞിട്ടുള്ളൂ. കഷ്ടകാലം ഇങ്ങനെ വരികയാണ്. ഈ റോഡ് ഇവിടെ ഈ ടേണിങ് ഭയങ്കര പ്രശ്നമാണ്. എന്നും വണ്ടികൾ കുത്തലും മുട്ടലും. അത് ആരെ പ്രശ്നമാണ്? വണ്ടിയോടെ പ്രശ്നമല്ല, ഡ്രൈവർമാരുടെ പ്രശ്നമാണ്. അവിടുന്ന് തന്നെ ഡ്രൈവർക്കും ഇവിടുന്ന് തന്നെ ഡ്രൈവർക്കും എന്തോ ഓൺ അടിച്ചോടെ. ഈ ഓൺ വണ്ടിയും എന്തിനുള്ളതാ? ചൊറുക്കിനുള്ളതാ? അല്ല, ആൾക്കാരെ അറിയിക്കാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഇനി സൈഡ് തരൂ. അതാണ് ഓണിന്റെ ഉദ്ദേശം. അങ്ങനെ എന്റെ വീടെത്തി ഗൈസ്. അപ്പൊ എന്റെ വീട്ടിലെത്തിട്ടാ. ഇപ്പൊ എന്റെ അമ്മ അപ്പ വരും. എന്താടി ചോദിച്ചു കണ്ട് അതുള്ള കാലം വരും. അതിന്റെ കാലം കഴിഞ്ഞാ ഒക്കെ കഴിഞ്ഞ്. ഇത്ര ഉള്ളു മക്കളെ. എന്തിനാ കട്ടാക്കാനായിട്ട് നിങ്ങളെ കൊടക്കെടുത്തോട് മനസ്സാ? ഞാൻ എന്നോട് കട്ടാക്കി കാളെ കൊട എടുക്കണത് ആരും കാണൂലല്ലോ. കൊട എടുത്തോടി വള്ളം കൊട അതിലുണ്ട്. എന്റെ കാക്കാക്ക് 2 വണ്ടിയൊക്കെ ഉണ്ട് ട്ടാ. എന്റെ കാക്ക നല്ല പണക്കാരനാണ്.
കാക്കല്ല വേണം പണി, നമ്മളാക്കെ വലിയ പണക്കാരനാണ്. പാലും കൂടെ ഈ പൊട്ടി തൊട്ട് മച്ച നിന്നെ 35 ലിറ്ററിന്റെ ഒരു ക്യാൻ മേടിച്ചാൽ മതി. എന്ത് കാനാണേ? ഞാൻ എത്ര പോലും ഓളോട് പറഞ്ഞു ഇതൊന്നും പണിയില്ല, 60 ഉറുപ്പുള്ളൂ 3 ബോട്ടിൽ വെള്ളം അവിടെ കൊടുന്നേരും. ഞാനാ വേണ്ടായിരുന്നതാ. ഓള് വേണ്ടാണ്, ഓളെ കുറ്റോണ്ട, ഓള് കൊണ്ടുനടക്കട്ടെ, ഞാൻ കൊണ്ടുപോകും. ഓളെന്താണ് എന്റെ ഉമ്മാന്റെ കിണറ്റിലെ വെള്ളം കുടിച്ചു. ഈ കുടത്തിനെടുക്കും. ഓളോട് എന്താ നേരം ഇവിടുത്തെ വെള്ളം എനിക്ക് അവകാശപ്പെട്ടാണ്, അതുകൊണ്ട് അത് ഞാൻ വിട്ടുകൊടുക്കൂല. അതെങ്ങളാണ് എന്റെ കിണറ്റത്തെ വെള്ളം മൊത്തം പറ്റിച്ചു പറയുന്നേരോ ഇവിടുത്തെ ഒരു വെള്ളം, ഒരു കുടം വെള്ളം പോലും ഞാൻ വിട്ടുകൊടുക്കൂല അതിന്റെ അവകാശത്തിൽ. അതല്ല ശരിക്കും നിങ്ങൾ ചെയ്യണ വലിയൊരു ചതിയാണ്. ഇന്റെ വെള്ളം എനിക്ക് പൈസ തരാതെ നിങ്ങൾ കൊണ്ടുപോയി വിൽക്കണ്, അത് എവിടുത്തെ നായാണ്? ലാസ്റ്റ് പൈസ എന്നോട് എനിക്ക് തരും കാക്ക ലാസ്റ്റ് പൈസ. നിങ്ങൾ 500 കൊടുക്കുമ്പോ 250 എന്റെ അക്കൗണ്ടിൽ ക്ലിൻ നന്ന ചാടണം. ഭയങ്കര ഫൗളാണ് ചെയ്യണേ. ഇഞ്ഞുണ്ടട്ടെ മക്കള് ഒരു കോട്ട. ഇല്ല അത് നിങ്ങളല്ലേ? ഇല്ല അതില്ല, അതൊക്കെ നിങ്ങളേക്കാണ്. ഞങ്ങളേക്കുള്ളതിന് മാത്രം ഞങ്ങൾ ചോദിക്കുള്ളൂ. അഞ്ഞുകൊണ്ടിട്ട മക്കളെ ഒരു വണ്ടി സാധനമായിട്ടാണ് ഞാൻ വന്നിക്കണ്. കവറോളം എവിടെ നിന്നോ ഇതൊക്കെ വെള്ളം നിറച്ച് കൊണ്ടുപോകുന്നതാണ്. കുടിവെള്ളം ഭയങ്കര കിട്ടാൻ ക്ഷാമാണ്. നമുക്കവിടെ കുടിവെള്ളം ഇല്ല, മറ്റേ വെള്ളം ഇഷ്ടം കോൽക്കണ്ടില് അതിന് നമുക്ക് ആ വെള്ളം 10-15 പേർക്കാർ ഉപയോഗിക്കാനുള്ള വെള്ളം ഇപ്പോഴും നമ്മള് വെള്ളം കൊടുത്തിരുന്നു കേട്ടോ ഒരുപാട് പേർക്ക്. ഇപ്പൊ എന്താ വെച്ചാൽ മോട്ടറിന്റെ ഒരു ചെറിയ കംപ്ലൈന്റ് കാരണം വെള്ളം കൊടുക്കുന്നില്ല. പക്ഷെ നമ്മള് വെള്ളം കൊടുക്കും. നല്ല പൈസയാണ് മോട്ടറിന്റെ, ഈ ബോർവെല്ലിന്റെ മോട്ടർ കംപ്ലൈന്റ് ആയാലും അറിയാലോ, നല്ല പൈസ. അപ്പൊ അതിന്റെ ബോർഡ് കംപ്ലീറ്റ് മാറ്റണം. അപ്പൊ നമ്മള് തൽക്കാലം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പൊ ഇനി ഇതൊക്കെ വെള്ളം എടുക്കാം, അതൊക്കെ എടുക്കട്ടെ പോയിട്ടാ. എന്തിനാണ് നിങ്ങൾ അതിനെ കളിയാക്കണേ? ഇവിടുത്തെ സുന്ദരിയാണ്. സുന്ദരിയാ പാപ്പച്ചി, എന്താ സുന്ദരിനോട് മുണ്ടാത്തേ? അത് ശരി, ഒരു സുന്ദരിനാണ് കാണുമ്പോ അവിടെ പോയി മുണ്ടണ്ടേ? ഇത് സുന്ദരിയാണ്. ഇത് സുന്ദരിയല്ലേ? പള്ളിക്കാ പച്ചി പള്ളിക്ക കൊയ്യ രണ്ടും ഇങ്ങനെ നടന്നോളെ. ചേട്ടാ രണ്ടും ഇങ്ങനെ നടക്കും. പാവം അത് പള്ളിക്ക കൊയ്ക്കണ്. ഇത് ഇങ്ങനെ ഇരിക്ക രണ്ടും. എന്നാ പോയി വെള്ളം എടുത്തുട്ടാ, എന്റെ അമ്മാനൊന്ന് കാണട്ടാന്. കോരണ്ട അവിടെ ബാബി കൊണ്ടുകൊടുത്താൽ മതി. സെലിബ്രിറ്റി ഒക്കെ പുറത്ത് പെരയില് മര്യാദ മുണ്ടാണ് മടക്കുത്തി പോയെടുത്താ. എന്നാ നിറച്ചിങ്ങനെ കൊണ്ട കുടിക്കാൻ വെക്കൂ, ഫ്രിഡ്ജിലും കൂടി വെക്കാൻ വെച്ചാ. ഞാൻ എന്റെ അമ്മാന്റെ അടുത്തൊന്ന് പോയാക്കട്ടാ. ഒരാളെ യൂട്യൂബില് വലിയ ഡയലോഗ് അപ്പുറത്തുള്ള കുളത്തുനിന്ന് ഞാൻ കോരി കൊഞ്ചില്ല, എന്നിട്ട് കണ്ടില്ല ഇവിടെ വന്നിട്ട് അങ്ക് മടിയല്ലേ? സത്യം പറഞ്ഞ കുണ്ടെന്ന് വലിച്ചെന്ന് പറ്റി കേറുന്നില്ല. ഞാനും തടി വള്ളും അത് പോയിരുന്നില്ല. എന്നിട്ട് ഇവിടെ വന്ന് കൊണ്ടുപോകും യൂട്യൂബില് എന്താണ് വെള്ളം താഴ്ന്ന് കൊഞ്ചട്ടാ. എന്ത് ഡ്രസ് ഇട്ടില്ലേ ഇക്കും മാമിക്കറിയുള്ളൂ. കൊട ഫുള്ള് വീഴ ഡ്രസ് വന്ന് ഇങ്ങനെ ഇതായിട്ട് തെന്നിട്ട് അടുത്ത ചേച്ചിമാര് കണ്ടിട്ട് പറയണേ. അതുകൊണ്ട് വെയിക്കണില്ല, വെള്ളം നിറക്കാൻ വന്നതാണ്. സിമ്മിന് ഒഴിക്ക് ഇനിയിപ്പൊ ജിമ്മിന് കൂടി പോവാത്തോണ്ട് തടി വറക്കാനുള്ള മരുന്നുണ്ടെങ്കിൽ തന്നെ തടി കുറഞ്ഞിട്ട് പറഞ്ഞു. ഇതൊക്കെ കൊണ്ടുപോകാനുള്ള ബോട്ടിലാ, ഒക്കെ കൊണ്ടുപോകാനുള്ള ബോട്ടിലാ മക്കളെ. വെള്ളം വണ്ടി വെള്ളം വാങ്ങിയാ പോരെ. അത് പൈസ അതപ്പ എന്റെ വാപ്പാക്ക് പൈസ ഇട്ടാൻ വേണ്ടിട്ടല്ലേ ഒക്കെ നന്ന് പൈസ വേണ്ടോ? ആയിക്കോട്ടാ.